വലിയ വിവാദമായ SIR കേരളത്തിലും നടപ്പിലാക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി വാർത്താമാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസം പാർട്ടികളെ, കേരളത്തിലെ പ്രമുഖരായ പാർട്ടികളെ വിളിച്ച് ഇലക്ഷൻ കമ്മീഷൻ നടത്തിയ ചർച്ചയിൽ BJP ഇതര രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ SIR-നെ അതിശക്തമായി വിമർശിച്ചതും നാം കാണാനിടയായി. യഥാർത്ഥത്തിൽ എന്താണ് SIR? എന്തുകൊണ്ടാണ് ഇത്രയേറെ ആശങ്കകൾക്ക് അത് കാരണമാകുന്നത്? ഇന്ന് നമ്മൾ അതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വോട്ടർ പട്ടിക അഥവാ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുക എന്നുള്ളത്. 1950 ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വോട്ടർ പട്ടിക തയ്യാറാക്കാനും അതിൽ പരിഷ്കാരങ്ങൾ വരുത്താനുമുള്ള അധികാരമുള്ളത്. വോട്ടർ പട്ടികയിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ നിരന്തരമായി അതിൽ പരിഷ്കാരങ്ങൾ വരുത്തേണ്ടി വരും എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇതിനു വേണ്ടി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2 രീതികളാണ് വോട്ടർ പട്ടികയിലെ മാറ്റത്തിരുത്തലുകൾക്ക് വേണ്ടി അല്ലെങ്കിൽ പരിഷ്കാരങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. ഒന്ന് SSR-ഉം മറ്റൊന്ന് SIR-ഉമാണ്. എന്താണ് SSR എന്ന് പറയുന്നത്? സ്പെഷ്യൽ സമ്മറി റിവിഷൻ. സാധാരണ രീതിയിൽ നമ്മുടെ നാടുകളിൽ നടക്കാറുള്ള ഒരു പരിശോധനാ രീതിയാണ് SSR എന്ന് പറയുന്നത്. ബൂത്ത് ലെവൽ ഓഫീസർമാർ അവർക്ക് കിട്ടുന്ന പരാതികളിൽ നിന്ന് പരിശോധന നടത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ആളുകളെ പുറത്താക്കുകയും ചേർക്കുകയും ചെയ്യുന്ന മാറ്റത്തിരുത്തലുകൾ വരുത്തുന്ന ഒരു രീതി, സാധാരണ രീതിയിൽ നടക്കുന്ന ഒരു പരിശോധനാ രീതി. വർഷത്തിൽ ഒരു 4 പ്രാവശ്യം വരെ നടക്കാറുള്ള ഒരു പരിശോധനാ രീതിയാണ് SSR എന്ന് പറയുന്നത്, സ്പെഷ്യൽ സമ്മറി റിവിഷൻ. എന്നാൽ SIR എന്ന് പറയുന്നത് വളരെ അപൂർവമായി മാത്രം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയിട്ടുള്ള ഒരു പരിശോധനാ രീതിയാണ്. SIR അഥവാ സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ, തീവ്രമായ പരിശോധന എന്നാണ് അതിൻ്റെ അർത്ഥം. നിലവിലുള്ള വോട്ടർ പട്ടിക പൂർണ്ണമായും മാറ്റി ഒരു പുതിയ വോട്ടർ പട്ടിക തയ്യാറാക്കുക എന്നതാണ് SIR കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അഥവാ ഓരോ വീടുകളിലേക്കും ബൂത്ത് ലെവൽ ഓഫീസർമാർ എത്തി ആ വീടുകളിലുള്ള ആളുകളുടെ രേഖകൾ പരിശോധിച്ചുകൊണ്ട് അവർക്ക് വേണ്ട, അവിടെ മരണപ്പെട്ടവരെ നീക്കം ചെയ്തുകൊണ്ട് പുതിയ ആളുകളെ ചേർക്കാനുള്ളത് ചേർത്തുകൊണ്ട് അതിനപ്പുറത്തേക്ക് ഈ പറയുന്ന ആളുകളുടെ രേഖകൾ പരിശോധിച്ച്, വളരെ കൃത്യമായി പരിശോധിച്ചുകൊണ്ട്, ഓരോ ആളുകളുടെയും രേഖകൾ പരിശോധിച്ചുകൊണ്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്ന രീതിയാണ് SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ എന്ന് പറയുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ ബീഹാറിൽ നടന്നു കഴിഞ്ഞു ഇപ്പോൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമം നടത്തുകയും വലിയ രീതിയിലുള്ള ഒരു വിമർശനം നേരിടുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് SIR എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് ഇത് വിമർശിക്കപ്പെടുന്നത്? 2002 അവസാനമായി കേരളത്തിൽ ഈ SIR നടപ്പിലാക്കപ്പെട്ടത്. ദേശീയ തലത്തിൽ തന്നെ 2002-2004 കാലയളവിനുള്ളിലും കേരളത്തിൽ 2002 അവസാനമായി SIR നടപ്പിലാക്കുന്നതും ഈ SIR പ്രകാരം ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതും. അതുകൊണ്ട് തന്നെ 2002 SIR പ്രകാരമുള്ള ഈ വോട്ടർ പട്ടികയിൽ പേരുള്ളൊരു വ്യക്തിക്ക് 2025 വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ അടുത്ത വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ കൂടുതലായി രേഖകൾ സമർപ്പിക്കേണ്ടി വരുന്നില്ല. അവർക്ക് ബൂത്ത് ലെവൽ ഓഫീസർമാർ നൽകുന്ന ഒരു എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്യുക എന്ന് മാത്രമാണ് അവർക്ക് വേണ്ട ഒരു കടമ്പ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് കാര്യമായി ഒന്നും ചെയ്യാനില്ല. കാരണം 2002 SIR ലിസ്റ്റിൽ അവരുണ്ട് എന്നതുകൊണ്ട് തന്നെ. എന്നാൽ അങ്ങനെ SIR പ്രകാരം 2002 SIR പ്രകാരമുള്ള വോട്ടർ പട്ടികയിൽ പേരില്ലാത്തൊരു വ്യക്തിക്ക്, അയാൾക്കാണ് യഥാർത്ഥത്തിൽ ഇവിടെ രേഖകൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. 1987 മുമ്പ് ജനിച്ച വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അയാളുടെ 12ഓളം രേഖകൾ, ഈ പറയുന്ന തിരിച്ചറിയൽ രേഖകളായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 12ഓളം രേഖകൾ പറയുന്നുണ്ട്. ഈ 12ഓളം രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ 1987 മുമ്പ് ജനിച്ചൊരു വ്യക്തിക്ക് ഈ പറയുന്ന പ്രകാരം ഇനിയുള്ള വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാം. എന്നാൽ 1987 ശേഷം, അഥവാ 2004 1987 ഇടയിൽ ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ, 2004 ഡിസംബർ 2 1987 ജൂലൈ 1 ഇടയിലാണ് ഒരു വ്യക്തി ജനിച്ചത് എന്നുണ്ടെങ്കിൽ, അയാളുടെ പേര് 2002 SIR പ്രകാരമുള്ള വോട്ടർ പട്ടികയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അയാൾക്ക് പുതുതായി വോട്ട് ചേർക്കണമെങ്കിൽ അയാളുടെ ഈ പറയുന്ന 12ഓളം രേഖകളിൽ ഏതെങ്കിലും ഒന്ന് സബ്മിറ്റ് ചെയ്യുകയും അതോടൊപ്പം തന്നെ അയാളുടെ മാതാപിതാക്കളുടെ ഏതെങ്കിലും ഒരാളുടെ രേഖ സബ്മിറ്റ് ചെയ്യുകയും ചെയ്യണം എന്നതാണ് ഉത്തരവാദിത്വം. ഈ 2004 ശേഷം, 2004 ഡിസംബർ 2 ശേഷം ജനിച്ചൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ പേര് ഈ പറയുന്ന SIR പ്രകാരം സ്വാഭാവികമായും ഈ പറയുന്ന വോട്ടർ പട്ടികയിൽ ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ അയാൾക്ക് പുതുതായി വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കണമെങ്കിൽ അയാൾക്ക് അയാളുടെ രേഖകളും അതേപോലെ തന്നെ അയാളുടെ മാതാപിതാക്കളുടെ രേഖകൾ കൂടി സബ്മിറ്റ് ചെയ്യണം എന്നതാണ് പുതിയൊരു നിയമം. ഈ രീതിയിലാണ് ഇത് കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പോകുന്നത്.
ഇങ്ങനെ വരുമ്പോൾ അർഹരായവർക്ക് മാത്രമാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ കഴിയൂ എന്നുള്ളതും അനർഹരായവരെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളുകയും അതുപോലെ തന്നെ ഇരട്ട വോട്ടുകൾ പോലെയുള്ള തട്ടിപ്പുകൾ ഇല്ലാതാക്കുകയും ചെയ്യാം എന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴും ഇതിന് വലിയ പോസിറ്റീവായ വലിയ മെറിറ്റുകൾ ഉണ്ട് എന്ന് ഉണ്ടായിരിക്കെ തന്നെ പ്രമുഖ പാർട്ടികളൊക്കെ തന്നെ ഇതിനെ എതിർക്കുന്നതിന് വലിയ കാരണങ്ങളുണ്ട്. 2004 SIR പ്രകാരമുള്ള വോട്ടർ പട്ടികയിൽ 2.24 കോടി വോട്ടർമാരായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ 2025 നിലവിലെ വോട്ടർ പട്ടികയിൽ 2.78 കോടി വോട്ടർമാരുണ്ട്. അഥവാ 54 ലക്ഷം വോട്ടർമാരുടെ വർധനവാണ് ഈ കാലയളവിനുള്ളിൽ വോട്ടർ പട്ടികയിൽ ഉണ്ടായിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇനിയൊരു SIR നടപ്പിലാക്കപ്പെട്ടാൽ ഈ പറയുന്ന 54 ലക്ഷം വോട്ടർമാർക്കും പിന്നീട് അതുപോലെ തന്നെ പുതുതായി ചേർക്കപ്പെടുന്ന വോട്ടർമാർക്കും അവരുടെ രേഖകൾ സബ്മിറ്റ് ചെയ്ത് പുതിയ രീതിയിൽ ഈ തീവ്രപരിശോധനയുടെ ഭാഗമായി അവരുടെ രേഖകൾ സബ്മിറ്റ് ചെയ്തിട്ട് വേണം ഇനിയൊരു വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കാൻ എന്നുള്ളതാണ് ഇതിലൊരു വസ്തുത എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രത്യക്ഷത്തിൽ വലിയ മെറിറ്റുകളുള്ള SIR എന്ന് പറയുന്ന ഈ തീവ്ര പരിശോധന എന്തുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളാൽ എതിർക്കപ്പെടുന്നു എന്നതിന് വളരെ വ്യക്തമായ കാരണങ്ങളുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബീഹാറിൽ നടത്തിയ SIRന്റെ റിസൾട്ടുകളാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ഏകദേശം 65 ലക്ഷത്തോളം ആളുകളെയാണ് ഈ SIR പ്രകാരം തീവ്ര പരിശോധന പ്രകാരം അവിടുത്തെ വോട്ടർ പട്ടികയിൽ നിന്നും പുറത്താക്കിയിട്ടുള്ളത്. ഇതിൽ പലരും മരണപ്പെട്ടു എന്ന് വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ഈ പറയുന്ന ഈ 65 ലക്ഷത്തോളം ആളുകളിൽ മരണപ്പെട്ടു എന്ന് പറയുന്ന ആളുകളുമായി ചായ കുടിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിയ എടുത്തൊരു വീഡിയോ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്തുവിട്ട് വലിയ ചർച്ചയാവുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ വലിയ രീതിയിൽ ഇത്തരത്തിലുള്ള ദുരുപയോഗങ്ങളിലേക്ക് ഈ SIR വഴിവെക്കും എന്നതാണ് പലരും കരുതുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് കേരളത്തിലേക്ക് വരുന്നു, രാജ്യവ്യാപകമായി നടപ്പിലാക്കുന്നു എന്ന് പറയുമ്പോഴൊക്കെ അതിനെതിരെ ശക്തമായ എതിർപ്പുമായി BJP ഇതര രാഷ്ട്രീയ പാർട്ടികൾ മുന്നോട്ട് വരുന്നത്. എന്നാൽ BJP ഇതിനോട് ശക്തമായ അനുകൂലമായൊരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ ചർച്ചയിലും BJP മാത്രമാണ് ഇതിനെ പിന്തുണക്കുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായത്. അതിൻ്റെയൊക്കെ ഇത് പരിശോധിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ ശക്തമായി വിമർശനം ഉന്നയിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത് നടപ്പിലാക്കപ്പെടുന്നത്. ആ ഒരു സമയത്ത് തന്നെയാണ് BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശക്തമായ അനുകൂലമായി കൂടെ നിൽക്കുന്നത് എന്നതൊക്കെ ഈ പറയുന്ന SIR ചെയ്യപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു ചർച്ചയിലേക്കാണ് വഴിവെക്കുന്നത്. ഈ പറയുന്ന 65 ലക്ഷം വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ നിന്ന് അവരെ പുറത്താക്കുമ്പോൾ, ബീഹാറിൽ നിന്ന് പുറത്താക്കുമ്പോൾ അതിൽ പലരും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നതും വളരെ പ്രധാനപ്പെട്ട, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ഈ പറയുന്ന ആളുകളിലൊന്നും, പല ആളുകളിലും ഈ പറയുന്ന രേഖകളൊന്നും കൈവശമില്ലാത്ത ഒരു സാഹചര്യം. ഈ പറയുന്ന 12 രേഖകൾ, അതിൽ റേഷൻ കാർഡ് പോലെയുള്ള അടിസ്ഥാനപരമായി നമ്മുടെ നാടുകളിലൊക്കെ ഉപയോഗപ്പെടുന്ന രേഖകളൊന്നും ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല. മറ്റുള്ള രേഖകളൊന്നും ആധാർ കാർഡ് പോലും അവിടെ അംഗീകരിക്കപ്പെട്ടിരുന്നില്ല എന്നുള്ളതാണ്. പിന്നീട് സുപ്രീം കോടതിയുടെ ഇടപെടലുകളിലൂടെയാണ് ആധാർ കാർഡ് ഇവർ ഇതിന്റെ ഭാഗമാക്കി മാറ്റുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഈ പറയുന്ന താഴ്ന്ന വിഭാഗങ്ങൾ, അധസ്ഥിത വിഭാഗങ്ങൾ എന്ന് പറയുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അടുക്കൽ ഈ രേഖകളില്ലാത്തതും അതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗമായ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്ക്, BLOമാർക്ക്, മറ്റു ഓഫീസർമാർക്കൊക്കെ ഈ പരിശോധന പൂർത്തിയാക്കാൻ കഴിയുമോ എന്നതും വളരെ വലിയൊരു ചോദ്യചിഹ്നമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇതിനെതിരെ ഒരു വിമർശനം ഉന്നയിക്കാനുള്ള, ഇത് വളരെ കൃത്യമായല്ല ഇത് നടപ്പിലാക്കിയിട്ടുള്ളത് എന്നൊരു വിമർശനം ഉന്നയിക്കാനുള്ള ഒരു കാരണമായി മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിന് മുന്നോടിയായി രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള വലിയൊരു റാലി ബീഹാർ നടത്തുകയൊക്കെ ചെയ്തത്. ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ, ഈ വോട്ടർ പട്ടിക തയ്യാറാക്കുന്ന ഒരു പ്രക്രിയയിൽ, SIRമായി ബന്ധപ്പെട്ട പ്രക്രിയയിൽ വലിയ രീതിയിലുള്ള കൃത്രിമം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തുന്നുണ്ട്. അത് BJPക്ക് അനുകൂലമായ രീതിയിൽ നടത്തുന്നുണ്ട് എന്നതാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതിനിടയിൽ രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വോട്ട് ചോരി ഉൾപ്പെടെയുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അത് പുറത്തുവിടുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നതാണ് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉദ്ദേശശുദ്ധി എത്രമാത്രം ഉണ്ട് എന്നത്. അത്
എത്രമാത്രം ഉണ്ട് എന്നുള്ളതിൽ ഒരു സംശയം ഇവിടുത്തെ പാർട്ടികളിലും ജനങ്ങളിലും ഉണ്ടാക്കുന്നത്. കാരണം വ്യാപകമായ കള്ളവോട്ടുകൾ ചേർക്കപ്പെടുന്നു, അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്തുണ നൽകുന്നു, ന്യായീകരിക്കുന്നു. പിന്നെ ഇത്തരത്തിലുള്ള ഒരു SIR നടപ്പിലാക്കുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായ, വളരെ നല്ല രീതിയിലുള്ള ഒരു വോട്ടർ പട്ടിക തയ്യാറാക്കാൻ വേണ്ടിയാണ് എന്ന് ചിന്തിക്കുന്നിടത്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ഇതൊക്കെ കൊണ്ടുകൂടിയാണ്. ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ നടപടികൾ ആ രീതിയിൽ ഒരു പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പിന്തുണ നൽകുന്നതാണ് എന്നതുകൊണ്ടാണ് അത് വലിയ വിമർശനങ്ങൾക്ക് വിധേയമാകുന്നത്. 2023 ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ല് നിയമമായി മാറുകയും ചെയ്ത ആ ബില്ല് അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അതിലേക്കുള്ള അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നിടത്ത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്, ഇതായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കാനുള്ള ഒരു ടീം എന്ന് പറയുന്നത്, ആ കമ്മിറ്റി എന്ന് പറയുന്നത്. ഇതിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, അതുപോലെ തന്നെ പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി എന്ന രീതിയിലേക്ക് മാറുമ്പോൾ സ്വാഭാവികമായും അത് കേന്ദ്ര സർക്കാരിന് കൂടുതൽ സപ്പോർട്ടുള്ള, അവരെല്ലാ രീതിയിലും പിന്തുണക്കുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനാണ് നിലവിൽ വരിക എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. അപ്പൊ അത്തരത്തിൽ നിലവിൽ വന്ന ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വാഭാവികമായും അത് അവർക്ക് അനുകൂലമായാണ് നിലപാടുകൾ എടുക്കുന്നത് എന്ന കാര്യത്തിലും യാതൊരു സംശയമില്ല. അത് വളരെ വ്യക്തമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ രാഹുൽ ഗാന്ധി പുറത്തുവിട്ട ഒരു കാര്യം കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ SIR നടപ്പിലാക്കുന്നിടത്തുള്ള ഉദ്ദേശശുദ്ധി അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം. അത് ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടും എന്ന് പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലൂടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് പാർട്ടികൾ അതിനെ വിമർശിക്കുന്നത്, അത് വിമർശന വിധേയമാവുന്നത് എന്നുള്ളതാണ്. മറ്റൊരു വിമർശനം എന്ന് പറയുന്നത് NRC എന്ന് പറയുന്ന നാഷണൽ രജിസ്റ്റർ സിറ്റിസൺഷിപ്പ് രജിസ്റ്റർ നടപ്പിലാക്കാനുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഈ SIR കൊണ്ടുവരുന്നത് എന്നൊരു വിമർശനവും പല ഭാഗങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. ഇവിടെയാണ് CA എന്ന് പറയുന്ന നിയമത്തിന് ഒരു പ്രാധാന്യമുള്ളത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്ന CAക്ക് ഒരു പ്രാധാന്യം വരുന്നത്. കാരണം ഈ CA പ്രകാരം നമ്മുടെ അയൽരാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്ക് കുടിയേറി പാർത്ത, ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളല്ലാത്ത ആളുകൾക്ക് പൗരത്വം കൊടുക്കുക എന്നതാണ് CAയുടെ നിയമം എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ രീതിയിൽ അവർ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആ CA വഴി സിറ്റിസൺഷിപ്പ് നേടിയ ആളുകൾക്ക് സ്വാഭാവികമായും ഇന്ത്യയിലെ പൗരന്മാരാണ് എന്നതിൽ ഒരു രേഖകളും അവരുടെ കയ്യിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ആ രീതിയിൽ ഈ പറയുന്ന CA വഴിയൊക്കെ പൗരത്വം കിട്ടിയ ആളുകൾക്ക് അതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവില്ല എന്നതാണ് ആ നിയമപ്രകാരം നമുക്ക് ഉറപ്പായുള്ള കാര്യം. സ്വാഭാവികമായും അവർക്ക് വോട്ടർ പട്ടികയിൽ ഇടപിടിക്കാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും എന്നതുകൂടി ഇതിന് പിന്നിലുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരമൊരു ചർച്ചയിലേക്ക് നമ്മുടെ എവിടെയും അങ്ങനെ ഒരു ചർച്ച കാണുന്നില്ലെങ്കിൽ കൂടി അതിൻ്റെ അങ്ങനെ ഒരു വശം കൂടി ഉണ്ട് എന്നാണ് മനസ്സിലാക്കപ്പെടുന്നത്. ചുരുക്കി പറഞ്ഞാൽ SIR വളരെ മെറിറ്റുള്ള, നടപ്പിലാക്കിയാൽ ഏറ്റവും നല്ല രീതിയിൽ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനമാണ്, ഒരു നടപടിയാണ്, ഒരു സിസ്റ്റമാണ്. പക്ഷെ അതിന് ഈ രീതിയിൽ ദുരുപയോഗത്തിനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അത് ഏതൊക്കെ രീതിയിൽ ദുരുപയോഗം ചെയ്യപ്പെടുമെന്നും അതെങ്ങനെയാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തിൽ വലിയൊരു വെല്ലുവിളിയാവാൻ സാധ്യതയുള്ളത് എന്നൊക്കെയാണ് പലരും ഉന്നയിക്കുന്ന ആശങ്കകൾ, പലരും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ശക്തമായൊരു വിമർശനം SIRന് നേരിടേണ്ടി വരികയും ചെയ്യുന്നത്.